മുനമ്പ നിവാസികളുടെ റവന്യൂ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് തലസ്ഥാന നഗരത്തിൽ പ്രതിഷേധ കൂട്ടായ്മ. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ കത്തോലിക്ക സംഘടനകളുടെയും വിവിധ ക്രൈസ്തവ സഭാ വിശ്വാസികളുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം ലത്തീൻ രൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ ഇപ്പോൾ ഈ സമ്മേളനത്തിൽ സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യത്തിലേക്ക് അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മൾ ഒരു സദസ്യനിക്കൽ സമ്മേളനം വഞ്ചി സ്ക്വയറിൽ നടത്തി. അതോടുകൂടിയാണ് വാസ്തവത്തിൽ പൊതു മനസ്സിലേക്ക്, പൊതുസമൂഹത്തിലേക്ക് ഈ വിഷയം വരുന്നത്. പിന്നീട് അങ്ങോട്ട് പക്ഷെ നമുക്കറിയാം, ആ കാലം മുതൽ, ആ നാൾ മുതൽ ഇങ്ങോട്ട് നമ്മുടെ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ മുഖം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. ഇവിടെ വന്നിരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളോടുള്ള സകല ബഹുമാനത്തോടും ആദരവോടും കൂടി ഞാൻ പറയുകയാണ്, പടിപടിയായിട്ട് ഈ സമരത്തെ അവഗണിക്കാൻ മേലാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മുടെ എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ നമ്മളോട് സഹകരിക്കുന്നുണ്ട്. വളരെയേറെ നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ കേരളത്തിന്റെ പൊതുസമൂഹം, സാമാന്യ ബുദ്ധിയുള്ള, സാമാന്യ വിവേകമുള്ള എല്ലാ മനുഷ്യരും, അത് ജാതിമത ഭേദമന്യേ, ഏറെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ വിവിധ സംഘടനകള്, സമുദായ ആചാര്യന്മാര് ഒരുമിച്ച് കൂടി പറഞ്ഞു, ഈ മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയല്ല, അത് അവിടെ അധിവസിക്കുന്ന ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ്. ഏതെങ്കിലും കാലഘട്ടത്തിൽ അന്യായമായോ അറിയാതെയോ തെറ്റായോ അത് എവിടെയെങ്കിലുമൊക്കെ രേഖപ്പെടുത്തപ്പെടുകയോ ആരെങ്കിലുമൊക്കെ അവകാശം വഹിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തി ഈ മനുഷ്യർക്ക് അവിടെ സ്വസ്ഥമായി സമാധാനപൂർണമായി ജീവിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ നിയമ പോരാട്ടങ്ങളുടെ ഇടയിൽ നമുക്കറിയാം പലതും സംഭവിച്ചിട്ടുണ്ട്. കമ്മീഷനെ വെച്ചു, ആ കമ്മീഷൻ വേണ്ടതുപോലെ ഒന്നും പഠിക്കാതെ വഖഫിന്റെ അഭിപ്രായം മാത്രം കേട്ടുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തു, അത് വഖഫ് ഭൂമിയാണ്. എന്നാൽ ഈ ഭൂമിയുടെ ആധാരങ്ങൾ പരിശോധിക്കുകയോ അവരുടെ അവകാശങ്ങൾ പരിശോധിക്കുകയോ അവരുടെ രേഖകൾ പരിശോധിക്കുകയോ അവരെ കേൾക്കുകയോ ഒന്നും ചെയ്തില്ല. വെറുതെ ഒരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് അന്നത്തെ ഗവൺമെന്റ് അംഗീകരിച്ചു, മന്ത്രിസഭ അത് അംഗീകരിച്ചു, അത് കോടതിക്ക് കൊടുത്തു. അങ്ങനെ ഇതിനിടയ്ക്ക് ഈ കരമടയ്ക്കാനുള്ള അവകാശം അവർക്ക് താൽക്കാലികമായിട്ട് അനുവദിച്ചു കൊടുത്തു. പക്ഷെ അനുവദിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഈ ഭൂമിക്ക് അൺഓതറൈസ്ഡ് ഒക്യുപ്പൻസ് ആയ ഈ ആളുകൾക്ക് കരമടയ്ക്കാൻ അനുമതി കൊടുക്കുന്നു. അൺഓതറൈസ്ഡ് ഒക്യുപ്പൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനധികൃതമായ കയ്യേറ്റക്കാര്, അവർക്ക് കരമടയ്ക്കാനായിട്ട് അനുമതി കൊടുക്കുന്നു. അവർ ഞങ്ങൾക്ക് അങ്ങനെ വേണ്ട, ഞങ്ങളവിടെ അനധികൃതമായ കയ്യേറ്റക്കാരൊന്നുമല്ല. അത് വീണ്ടും തർക്കവിതർക്കങ്ങളിലേക്ക് പോയി, അത് അപ്പലേറ്റ് കോർട്ടിലേക്ക് പോയി, അത് ആ അനുമതി വീണ്ടും അവിടെ സസ്പെൻഡ് ചെയ്തു. അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോഴ്. ഏതായാലും ഇന്നലെ ഉച്ചയ്ക്ക് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ എറണാകുളത്ത് വെച്ച് കാണുകയുണ്ടായി. അദ്ദേഹം വളരെ അനുഭാവപൂർവ്വം ഇത് പരിഗണിക്കാമെന്ന് പറഞ്ഞു. ആദ്യം 16-ാം തീയതി മീറ്റിംഗ് കൂടാമെന്ന് പറഞ്ഞിരുന്നു, ഉന്നതതല യോഗം, മന്ത്രിതല യോഗം കൂടാമെന്ന് പറഞ്ഞിരുന്നു. അത് പിന്നീട് 28-ലേക്ക് മാറ്റിവെച്ചു. ഇന്നലെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു 22-ാം തീയതിയിലേക്ക് അത് പ്രീപോൺ ചെയ്യാം. 22-ാം തീയതി തന്നെ ഈ ഉന്നതതല മന്ത്രിസഭാ യോഗം ചേർന്ന് ഇതിന് അനുഭാവപൂർണമായ നടപടിയെടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ വെളിച്ചത്തിൽ നമ്മൾ സമരം തുറന്നുകൊണ്ട് തന്നെ ഇരിക്കും. വളരെ സമാധാനപൂർണമായ, ശാന്തമായ നിരാഹാര സമരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അഭിനന്ദ പിതാവും മറ്റുമൊക്കെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അതിനിടയിൽ പല തൽപര കക്ഷികളും പല രീതിയിലും അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ പ്രകടിപ്പിക്കുവാനും നേടിയെടുക്കുവാനും ഒക്കെയുള്ള അവസരമായിട്ട് ഇതിനെ, ഈ സമരത്തെ, ഈ അവകാശത്തേക്ക് ഉപയോഗിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ആ കെണിയിലൊന്നും വീഴാതെ നിന്നുകൊണ്ട് ന്യായമായ ഈ അവകാശത്തിന് ശാശ്വതവും സമ്പൂർണവുമായ പരിഹാരം, അതാണ് നമ്മുടെ ആവശ്യം. താൽക്കാലികമായിട്ട് നിങ്ങൾ നാളെ മുതൽ കരമടച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ പിന്നെയും ഇത് പ്രശ്നമായിട്ട് വരാം. ഇപ്പോൾ ചിലർ പറയുന്നൊരു കാര്യം, ഒരു കാരണവശാലും മുനമ്പത്ത് അധിവസിക്കുന്നവരെ കുടിയിറക്കുകയില്ല. അതിൽ അപകടമുണ്ട്. കുടിയിറക്കുകയില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അവർ കുടിയേറ്റക്കാരാണെന്നാ, അല്ലെങ്കിൽ കയ്യേറ്റക്കാരാണെന്നാണ്. അങ്ങനെയല്ല, അവർ കയ്യേറ്റക്കാരല്ല, കുടിയേറ്റക്കാരല്ല, ജന്മാവകാശമുള്ള മനുഷ്യരാണ്. അപ്പൊ അതുകൊണ്ട് ആരും കുടിയിറക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഔദാര്യമൊന്നും പറയണ്ട. അവരുടെ അവകാശം സ്ഥാപിച്ചു കൊടുക്കുക. നമ്മൾ ആവശ്യപ്പെടുന്നത് റവന്യൂ അവകാശങ്ങൾ പരിപൂർണമായിട്ട് ശാശ്വതമായിട്ട് പുനഃസ്ഥാപിച്ചു കൊടുക്കുക. അതിൽ താഴെയുള്ള ഒരു കോംപ്രമൈസിനും അവിടെ ഞങ്ങൾ തയ്യാറല്ല. രണ്ടാമത് മറ്റൊരു കാര്യം പറയുന്നത്, അതൊക്കെ വേറെ വിവാദങ്ങളിലേക്കൊന്നും പോകണ്ട, പക്ഷേ ഒരു സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞു, ഇവരെ ഞങ്ങൾ ഇറക്കി വിടുകയില്ല, ഇവരവിടെ താമസിച്ചോട്ടെ, അതിന് തത്തുല്യമായ ഭൂമി കാസർഗോഡ് കണ്ടുവച്ചിട്ടുണ്ട്, അത് ഇവർക്ക് കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന്. അതും ഞങ്ങൾ സമ്മതിക്കുന്നില്ല, ആവശ്യപ്പെടുന്നില്ല. കാരണം അവിടെയും എന്താണ് സംഭവിക്കുക? അവിടെയും സ്ഥാപിക്കുന്നത് ഇത് വഖഫ് ഭൂമിയാണ്, അതുകൊണ്ടാണ് അതിന് പകരം കൊടുക്കുന്നത്.
വഖഫ് ഭൂമി അല്ലാത്ത ഭൂമിക്ക് വേണ്ടി ഇവിടുത്തെ സർക്കാരിന്റെ ഭൂമി ആർക്കെങ്കിലും തീരെഴുതി കൊടുക്കുവാനായിട്ടും നമ്മൾ സമ്മതിക്കുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ശാശ്വതമായ പരിഹാരം ഇനി മേലിൽ ഈ മനുഷ്യർക്ക് കണ്ണീരൊഴിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. അവിടുത്തെ അവസ്ഥ പരിതാപകരമാണ്. അവിടെ പോയിട്ട് പലരും ഇവിടെ യുവജനത്തിലൊക്കെ അവിടെ വന്നതാണ്, അറിയാം. കാരണം 5ഉം 10ഉം ഒക്കെ സെന്റാണ് എല്ലാവർക്കും ഉള്ളത്, അതിൽ കൂടുതലൊന്നും ഇല്ല. അത് മക്കളുടെ കല്യാണം നടത്തുവാനായിട്ട്, മക്കളുടെ പഠനം നടത്തുവാനായിട്ട്. എൻ്റെ അടുത്ത് വന്ന 2 പേരുടെ മക്കള് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയാണ് വിദേശത്തേക്ക് പോകുവാനായിട്ട്. പക്ഷെ ഈ ഭൂമി പണയം വെച്ച് പൈസ എടുത്തിട്ട് വേണം അവർക്ക് പോകുവാൻ. സാധിക്കുന്നില്ല, അവരുടെ ഭാവി ഇരുളടഞ്ഞു പോവുകയാണ്. മക്കളുടെ കല്യാണം നടക്കുന്നില്ല, രോഗികളായിട്ടുള്ളവരുടെ ചികിത്സ നടക്കുന്നില്ല, വീടൊന്നും മേയാൻ പോലും സാധിക്കുന്നില്ല. ഇങ്ങനെ അനുദിന ജീവിതം കണ്ണീരിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ജനതയോട് നമ്മളുടെ ഐക്യദാർഢ്യം അനുഭാവപൂർവ്വം ഇവിടെ പ്രകടിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് ഈ അനന്തപുരിയിലെ തലസ്ഥാന നഗരിയിലെ പൗരാവലി, ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം, സന്മനസ്സുള്ള എല്ലാ മനുഷ്യരും ഇന്നിങ്ങനെ ഒരു സായം സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചതിന് നിങ്ങൾക്ക് എല്ലാവർക്കും മുനമ്പത്തെ ജനതയുടെ പേരിൽ അഭിവാദ്യങ്ങളും നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വഖഫ് ബോർഡിൻ്റെ അധിനിവേശത്തിനെതിരെ, കയ്യേറ്റത്തിനെതിരെ തിരുവനന്തപുരത്ത് ക്രൈസ്തവ വിശ്വാസികൾ സംഘടിപ്പിച്ച പ്രാർത്ഥനാ സംഗമമാണ് നമ്മളിപ്പോൾ കണ്ടത്. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ സംസാരിക്കുകയായിരുന്നു.